സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട ചർച്ചകളുമായി NDA ഇന്ന് വൈകിട്ട് കക്ഷി നേതാക്കൾ നിർണായക യോഗം ചേരും. JDUവും TDPയും പിന്തുണ അറിയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് നൽകും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഇനിയും ഒഴിയുന്നില്ല. NDAയും ഇന്ത്യ മുന്നണിയും എല്ലാ സാധ്യതകളും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അനൌദ്യോഗിക ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ സുപ്രധാന വകുപ്പുകളിലും സ്പീക്കർ സ്ഥാനത്തിനുമടക്കം അവകാശവാദം ഉന്നയിച്ചാണ് NDAയിൽ തെലുങ്ക് ദേശവും JDUവും നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന BJPയുടെ മുതിർന്ന നേതാക്കളുടെ യോഗം വേഗത്തിൽ സത്യപ്രതിജ്ഞ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു. താനും തന്റെ പാർട്ടിയും NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് വ്യക്തമാക്കി. I am also experienced. I have seen so many political changes in this country. We are in NDA. I am going for NDA meeting. In course of time, anything will report to you. Thank you. നിതീഷ് കുമാറും തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലെത്തിയത് ഇതിനിടെ രാഷ്ട്രീയ കൗതുകമായി. താൻ ചന്ദ്രബാബു നായിഡുവുമായും നിതീഷ് കുമാറുമായും ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കാൻ അഭ്യർത്ഥിച്ചു എന്ന വാർത്ത ശരത് പവാർ തള്ളി. വൈകിട്ട് 6 മണിക്കാണ് ഇന്ത്യ മുന്നണി യോഗം. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുന്ന കോൺഗ്രസും ഘടകകക്ഷികളും തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.